എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഒരുപാട് നന്ദി. സാധാരണ സിനിമ കഴിയുമ്പം സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരി എഴുതിയിടാറാണ് പതിവ്. എല്ലാ സിനിമകൾക്കും ഇതുവരെ അങ്ങനെയാണ് തുടർന്ന് പോന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് നിങ്ങളോടൊരു വീഡിയോ നോട്ടിലൂടെ നന്ദി പറയണമെന്ന് തോന്നി. ആട് 3 ഞങ്ങൾക്കൊരു സാധാരണ സിനിമയായിരുന്നു. ആട് 1ഉം 2ഉം പോലത്തെ ഒരു സിനിമയുമായി നിങ്ങൾക്ക് ട്രെയിലറും ഇപ്പോൾ വരുന്ന റിവ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു പോപ്പുലർ സിനിമയെ എടുത്ത് സ്ലാപ്സ്റ്റിക് സിനിമയെ എടുത്ത് എപ്പിക് ഫാന്റസിയിലേക്ക് ജോണർ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ച് ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കുമ്പം ഞങ്ങൾ നേരിട്ട ചലഞ്ചസ് ചില്ലറയില്ല. ഇത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഭയവും കൺഫ്യൂഷനും സംശയവുമല്ല. അത് ഇപ്പോൾ ഏകദേശം മാറിയിരിക്കില്ല. പ്രേക്ഷകർ മാത്രമല്ല, നിരൂപകരും ഒന്നടങ്കം കൈയടിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഈ പരീക്ഷണം എന്ന് തന്നെ പറയാവുന്ന സിനിമ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും നടീനടന്മാർക്കും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ നിർമ്മാതാവായ ശ്രീ വിജയ് ബാബുവിനെയും ശ്രീ വേണു കുന്നപ്പള്ളിയെയും നന്ദിയോട് ഓർക്കുന്നു. ഒരു വലിയ ജോണർ ഷിഫ്റ്റ് നടത്തിയ ഒരു സിനിമയെ ഇത്ര വലിയൊരു ബജറ്റിൽ എടുക്കാൻ ധൈര്യം കാണിച്ച അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ധൈര്യത്തിന് ഇപ്പോൾ പ്രേക്ഷകർ കൈയടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വേൾഡ് ബിൽഡിങ്ങിന് സമയമെടുക്കും. സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു അബ്രപ്റ്റായിട്ടാണ് സിനിമ നിൽക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ റിലീസിന് മുന്നേ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച ഘടകങ്ങളായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം നിങ്ങൾ മാറ്റി തന്നിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഒരു അടുത്ത ഭാഗം ഇതെവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെ തുടങ്ങും. എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, ഇഷ്ടപ്പെട്ടുകൊണ്ട് കരുതുന്നു. അപ്പോൾ ഇതുവരെ ആട് 1 ഇറങ്ങിയപ്പോൾ അത് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടും അതിനെ തിരിച്ചു കൊണ്ടുവന്ന ആട് 1ന്റെ OG ഫാൻസ് മുതൽ ആട് 2 സ്വീകരിച്ച പുതിയ ഫാൻസിനോടും ഇപ്പോൾ സ്വീകരിക്കുന്ന ജൻ ആൽഫ ഫാൻസിനോടും കുടുംബ പ്രേക്ഷകരോടും എല്ലാവരോടും തീർത്താലും തീരാത്ത നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം.